ഇസ്രായേലിന്റെ ഹൈഫ തുറമുഖവും വിമാനത്താവളവും യമൻ ആക്രമിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 4 തവണയാണ് ശക്തമായിരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണം നടത്തിയത്. 2 തടയാൻ സാധിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. അപായ സൈറൺ മുഴങ്ങിയതോടനുബന്ധിച്ച് ജനങ്ങൾ 4 ഭാഗം ചിതറിയോടുകയും ഓട്ടത്തിനിടയിൽ ചില ആളുകൾക്ക് പരിക്കേറ്റ വിവരം അങ്ങനെയും റിപ്പോർട്ട് പറഞ്ഞു. തകർന്ന അവശിഷ്ടങ്ങളാണ് മധ്യ ഇസ്രായേലിന്റെ മേഖലയിൽ പതിച്ചത് എന്ന് ചില ഇസ്രായേലി മീഡിയകൾ റിപ്പോർട്ട് ചെയ്തതായിരിക്കുന്ന വിവരം ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നു. ഏതായിരുന്നാലും യമന്റെ ഭാഗത്തുണ്ടായിരുന്ന ആക്രമണത്തിന് യാതൊരു കുറവുണ്ടായിട്ടില്ല. അതിശക്തമായിരിക്കുന്ന ആക്രമണം ഈ തീപിടുത്തത്തിനോടനുബന്ധിച്ച് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ശാന്തമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവിടുത്തെ തീപിടുത്തം മാറിയതിൻ്റെ തുടർച്ചയായി യമന്റെ ഭാഗത്തു നിന്നാണ് അതിശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണം ഉണ്ടായത്. വലിയ ബിൽഡിങ്ങുകൾക്ക് നേരെ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമണം നടത്തപ്പെട്ടു എന്നാണ് ഒരു മിസൈലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട്. മറ്റ് 3 പറ്റി പറയുന്നത് ഹൈഫ തുറമുഖം ലക്ഷ്യമാക്കിക്കൊണ്ട് തങ്ങൾ ആക്രമിക്കുകയും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം പതിക്കുകയും ആ മേഖല തീ പിടിക്കുന്നതായിരിക്കുന്ന റിപ്പോർട്ടും യമന്റെ ചില മീഡിയകൾ പുറത്തു കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ വിമാനത്താവളം റമാത്ത് ഡേവിഡ് വിമാനത്താവളമാണ് 2 ലക്ഷ്യമാക്കിക്കൊണ്ട് ആക്രമണം നടത്തിയത്. ആ മേഖലയിലും ഈ ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമിക്കാൻ വേണ്ടി സാധിച്ചു. സൈറൺ മുഴങ്ങി എന്ന് പറയുന്നതിനോടനുബന്ധിച്ച് ഇവർ പ്രതികരിച്ച കാര്യം ഇങ്ങനെയാണ്: ജനങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള സൈറനാണ് മുഴങ്ങിയത്, അല്ലാതെ അയൺഡോ പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തീരെ ചലനമറ്റ രീതിയിലാണ് കാണപ്പെട്ടത്. അതുകൊണ്ട് തങ്ങൾക്ക് ആക്രമിക്കാൻ വളരെ എളുപ്പമായി, ലക്ഷ്യം കാണാൻ എളുപ്പമായി, വലിയ നാശനഷ്ടങ്ങൾ തങ്ങൾക്ക് അവിടെ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തു. മറ്റൊരു റിപ്പോർട്ട്, ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ചില മീഡിയകൾ വരുന്ന റിപ്പോർട്ട്, ഇതിന് പ്രതികാരമായിട്ട് അമേരിക്ക ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരിച്ചടിക്കപ്പെട്ടു എന്നുള്ളതാണ്. തിരിച്ചടിച്ചതിനെ പറ്റി പറയുന്നത് ഹുദൈദ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും സന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമണം നടത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ പരിക്കേറ്റ വിവരങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ അതിന് യമൻ പറയുന്ന മറുപടി, തങ്ങളുടെ അതിർത്തി പ്രദേശം കടന്നപ്പോൾ തന്നെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളാണ് എന്ന് മനസ്സിലായി തങ്ങൾ ശക്തമായ രീതിയിൽ മിസൈൽ ആക്രമണം നടത്തുകയും ഇത് കണ്ടുകൊണ്ട് വിമാനം തിരിച്ചു പോവുകയുമാണ് ഉണ്ടായത് എന്ന് ആ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് വരുന്നു. ഏതായിരുന്നാലും ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ ഇടപെടലുകൾ അതിശക്തമായ രീതിയിൽ യമനെതിരെ ഇപ്പം നടക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ 24 മണിക്കൂറിനിടെ നടന്നിരിക്കുന്ന 4 ഹൈപ്പർസോണിക് ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. മേഖല ശാന്തമായിട്ടില്ല എന്നുള്ളതും ശക്തമായിരിക്കുന്ന ആക്രമണത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ യമനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ പുറത്തുവിടുകയും അതോടൊപ്പം തന്നെ ഇത് ഈ അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗം ഈ വിഷയങ്ങൾ അമേരിക്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സൈനികപരമായിരിക്കുന്ന ശക്തി ക്ഷയിക്കാനോ ആൾബലം കുറക്കാനോ അവരുടെ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്താനോ ഇപ്പോഴും അമേരിക്കയുടെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ചെങ്കടലുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ കപ്പലുകൾക്ക് വളരെ കൃത്യവും സ്വതന്ത്രവുമായ രീതിയിൽ യുദ്ധമേഖലയിൽ സജീവമാകാൻ വേണ്ടി സാധിക്കാത്തത് എന്ന റിപ്പോർട്ടാണ് ആ മേഖലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടാവുകയും ഏത് തരത്തിൽ ഇനി യുദ്ധത്തെ അഭിമുഖീകരിക്കണമെന്ന് പറയാൻ പോലും സാധിക്കാത്ത വിധം ഇസ്രായേൽ സർക്കാർ പ്രതിസന്ധിയാവുകയും ചെയ്തു. പ്രതിപക്ഷം രാജിവെച്ച് ഒഴിയണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടപെടലുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വീണ്ടും ആക്രമണം ഗസക്ക് നേരെ നടത്തണമെന്ന് ഇസ്രായേലിനെ പിന്തുണക്കുന്ന നെതന്യാഹുവിനെ പിന്തുണക്കുന്ന ഘടകകക്ഷികളായിരിക്കുന്ന തീവ്ര ചിന്താഗതിയുള്ള ജൂത സംഘടനകൾ പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി പ്രതിസന്ധിയിലായി. ഇപ്പോഴത്തെ സാഹചര്യം സങ്കീർണമാണ്. മറ്റു ലോക രാജ്യങ്ങളുടെ സഹായങ്ങളൊന്നും വേണ്ട വിധം കിട്ടുന്നില്ല. ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ ഇപ്പോൾ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. സൈനികർക്കിടയിൽ വലിയ രീതിയിലുള്ള ആശങ്കകളുണ്ട്. കാര്യമെന്ന് പറയുന്നത് അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് പിടികൂടപ്പെടുന്ന സൈനികരെ മോചിപ്പിക്കാൻ വേണ്ടി സർക്കാർ ഇടപെടുന്നില്ല എന്നുള്ളൊരു പരാതി ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുകൂടി സജീവമായിരിക്കുന്നു. ബന്ദികളിൽ ഒരുപാട് പേർ ഇപ്പോൾ നിലനിൽക്കുന്നത് സൈനികരോ സൈനിക കമാൻഡർമാരോ ആണ്. അവരെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാടുകളൊക്കെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത നിലപാടായിട്ടാണ് തോന്നുന്നത്. അവർ യുദ്ധത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്, ആക്രമണത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. പരിക്കേറ്റവരോ മരിച്ചവരോ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്കോ അവരെ രക്ഷപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സർക്കാർ ശ്രമിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഇസ്രായേലിനെതിരെ പ്രക്ഷോഭം സമരം നടത്തുന്ന ആളുകളുടെ പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം സങ്കീർണമാണ് എന്ന് ഒന്നുകൂടി അമേരിക്ക സമ്മതിക്കുകയാണ്.
ഇസ്രായേലിൽ നിന്ന് യമനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വല്ലാത്ത രീതിയിൽ സാമ്പത്തിക നഷ്ടം, അതോടൊപ്പം തന്നെ അയൽ രാജ്യങ്ങളുടെ സഹായമില്ലാത്ത രീതിയിൽ ആക്രമിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വരും. ചെങ്കടലുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മേഖലയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ സൈനിക കപ്പലുകളൊക്കെ ഉള്ളത്. ആരിസ് ട്രൂമാൻ മാത്രമാണ് അവിടുന്ന് കുറച്ചുകൂടി പുറകോട്ട് മാറിയത്. അത് അവിടുന്ന് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതും, എന്നാൽ പ്രതീക്ഷിച്ച തരത്തിൽ വളരെ എളുപ്പത്തിൽ അതിനെ മാറ്റാൻ വേണ്ടി സാധിക്കില്ല. അതിൻ്റെ നടുവിനൊക്കെ ഒടിവ് വന്നിരിക്കുന്നു, ചില ഭാഗങ്ങൾ തകർന്ന് തൂങ്ങിയിരിക്കുന്നു. കടലിൽ വെച്ച് അതിന് വേണ്ട രീതിയിലുള്ള അതിനെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. ആയതിനാൽ തൊട്ടടുത്ത രാജ്യത്തേക്ക് മാറ്റുന്നതിനെ കുറിച്ചുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും റിപ്പോർട്ടായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശക്തമായിരിക്കുന്ന ആക്രമണം യമന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത് കൊണ്ട് ഇതിനെയും പിടിച്ചു നിർത്താൻ വേണ്ടി സാധിക്കാത്തൊരു സാഹചര്യങ്ങൾ ഇപ്പോൾ തന്നെ അമേരിക്ക അനുഭവിക്കുകയാണ്. അതോടനുബന്ധിച്ചാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണത്തിലാണ് ഇസ്രായേൽ ഒന്നായിട്ട് പതറിപ്പോയത്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ സഹായം തേടി എന്നുള്ളതും അതിനോടനുബന്ധിച്ചാണ് അമേരിക്ക ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത് എന്ന റിപ്പോർട്ടും കാണുന്നു. ഇപ്പോഴത്തെ പ്രശ്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിമതപക്ഷത്തോട് ചേർന്നുകൊണ്ട് പ്രതിപക്ഷവുമായിട്ട് സംയോജിച്ചുകൊണ്ടുള്ള ഒരു ഏകോപന കമ്മിറ്റി വിളിക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. ഭരണകക്ഷിയിൽപ്പെട്ടവരും അല്ലാത്തവരുമായിരിക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ സ്വതന്ത്രമായി നിൽക്കുന്ന അംഗങ്ങളും, അത് പാർലമെന്റ് അംഗങ്ങളും സംയുക്തമായ രീതിയിലുള്ള ഒരു യോഗം ചേർന്നുകൊണ്ട് നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും മുന്നോട്ട് ഭാവിയിൽ ഏത് തരത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് നീക്കുപോക്കൽ നടത്തണം എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടിയന്തരമായിരിക്കുന്ന മീറ്റിംഗാണ് വിളിച്ചത്. അതിൻ്റെ ദിവസ സമയങ്ങളും പറഞ്ഞിട്ടില്ല. തൊട്ടടുത്ത ദിവസം അത്തരം ഒരു മീറ്റിംഗ് കൂടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് ചില റിപ്പോർട്ടുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു. എന്നാൽ ഇതോടനുബന്ധിച്ച് തന്നെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഗസ മോചിപ്പിക്കുക അല്ലെങ്കിൽ ഗസേനെ പൂർണ്ണമായ രീതിയിൽ അവിടുത്തെ ഭരണ സംവിധാനത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്നതിനാൽ ബദൽ സംവിധാനം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഈ മീറ്റിംഗിൽ വെച്ച് ചർച്ച ചെയ്യപ്പെടും എന്ന് പറയുന്നു. ഏതെങ്കിലും അറബ് രാജ്യങ്ങൾക്ക് ഗസയുടെ ഭരണം ഏൽപ്പിക്കുക എന്ന് പറയുന്നത് തങ്ങൾക്ക് വലിയ താല്പര്യമുള്ള കാര്യമാണ്. അയൽവാസികളായിരിക്കുന്ന അറബ് രാജ്യങ്ങളുടെ കൈവശത്തിലോ UN സഭയുടെ അധികാരത്തിന്റെ പരിധിയിലോ അതല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സഹകരിച്ചു കൊണ്ടുള്ള ഒരു വിഭാഗത്തിന്റെ കയ്യിലോ ഗസയുടെ ഭരണം ഏൽപ്പിക്കുക എന്നുള്ളത് ഇസ്രായേൽ എല്ലാ കാലത്തും പറയുന്ന കാര്യമാണ്. എന്നാൽ ഈ കാര്യത്തിന് മുന്നോട്ട് വന്നുകൊണ്ട് തങ്ങൾ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞ ഒരു രാജ്യം ഇല്ല എന്നുള്ളതും മാത്രം അതിനപ്പുറമായ രീതിയിൽ അമേരിക്ക പല രാജ്യങ്ങളുമായി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യം സംസാരിച്ചപ്പോൾ ആരും അതിന് തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ ഏത് തരത്തിലാണ് നീങ്ങേണ്ടത് എന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ ഭിന്നത ഇസ്രായേലിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ പറയപ്പെട്ട മീറ്റിങ്ങിൽ ഏറെക്കുറെ ഇത് ചർച്ച ചെയ്യപ്പെടുമെന്നും അതിന് ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ ആരായും എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ മുൻപത്തെ പോലെ ശക്തമായിരിക്കുന്ന ഒരു നടപടി എടുത്തുകൊണ്ട് യുദ്ധ മുനമ്പിലൊക്കെ സജീവമാകാൻ വേണ്ടി ഇസ്രായേൽ സർക്കാരിന് സാധിക്കുന്നില്ല. അവർ പ്രതിപക്ഷത്തെയും കൊണ്ട് കണക്കിലെടുക്കുന്നു, മറ്റുള്ളവരെയും കണക്കിലെടുക്കുന്നു. അങ്ങനെ നീങ്ങാൻ വേണ്ടി മാത്രമാണ് സാധിച്ചത്. സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും വല്ലാത്ത രീതിയിൽ ഇസ്രായേലിന് ഇപ്പോൾ ചോർന്നു പോയിരിക്കുന്നു. മുൻപത്തെ പോലെ അതിശക്തമായിരിക്കുന്ന ഇടപെടൽ നടത്താനുള്ള ധൈര്യക്കുറവ് ഇസ്രായേലിന് വന്നിരിക്കുന്നു എന്ന് അവർ തന്നെ ഏറെക്കുറെ ഇപ്പോൾ പറയുകയാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തെ സംഘം ചേർത്തുകൊണ്ടുള്ള മീറ്റിംഗൊക്കെ അടിയന്തരമായിട്ട് വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതോടൊപ്പം ഇപ്പോൾ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് യമൻ ആക്രമിക്കുന്നത്. ആയതിനാൽ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ ഉറവിടം യമന്റെ കൈവശത്തിൽ എത്തുന്നതിൻ്റെ റൂട്ട് മാപ്പ് കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്താൻ തങ്ങളെ സഹായിക്കണമെന്ന് അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അമേരിക്ക ആണെങ്കിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുൻപേ വലിയൊരു അന്വേഷണം നടത്തിയിട്ട് എവിടെ എത്താത്ത രീതിയിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതോടനുബന്ധിച്ചാണ് ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹൈപ്പർസോണിക് മിസൈൽ യമന്റെ കൈവശത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഏത് മാർഗവും ഏത് വഴികളുമാണ് ഉപയോഗിക്കുന്നത്, ഇറാനാണോ കൈവശം നൽകുന്നത്, അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ വെച്ചാണ് കൈമാറ്റം ചെയ്യുന്നത്, ഇതിൻ്റെ ശക്തിയും ബലവും എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു ആവശ്യമാണ് ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞത്. അമേരിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു അനുകൂലമായിരിക്കുന്ന പ്രതികരണം നൽകിയിട്ടില്ല. എന്നാൽ അത് ശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് അതിശക്തമായിരിക്കുന്ന ആക്രമണം യമന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് വീണ്ടും ഉണ്ടായതോടുകൂടി ഇസ്രായേലിൻ്റെ സൈനികപരമായിരിക്കുന്ന ബലക്ഷയം ലോകത്തിന് മുൻപിൽ ഒന്നുകൂടി പ്രകടമായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.